ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ദുരന്തബാധിത പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പും മുഖ്യമന്ത്രി സന്ദർശിച്ചു. കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ജാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ അറിയിച്ചു. അപകടത്തിനിടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ. പി. അനിൽകുമാറും ടി. സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSC എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1ാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3ാം സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17-ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ നിർവഹിക്കും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. നാഷണൽ ദന്തൽ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ സഞ്ജയ് തിവാരി ഓൺലൈനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗതാഗത വകുപ്പിന് കീഴിലുള്ള വിവിധ നിർവഹണ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തുന്നതിനും സമയബന്ധിതമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഗതാഗത മന്ത്രി അധ്യക്ഷനായ കമ്മിറ്റി പ്രയോജനപ്രദമാവും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.